കുവൈത്തിന്റെ അതിർത്തികൾക്ക് നേരെ വീണ്ടും വ്യോമാക്രമണം ഉണ്ടായി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ അടിയന്തരമായി രംഗത്തിറങ്ങി. നിലവിൽ ശത്രുക്കളുടെ വ്യോമ ലക്ഷ്യങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് സൈനിക ജനറൽ സ്റ്റാഫ് വ്യക്തമാക്കി. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതും അംഗീകൃതവുമായ സുരക്ഷാ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് പ്രതിരോധ യൂണിറ്റുകൾ ഈ ശത്രു ലക്ഷ്യങ്ങളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പ്രതിരോധിക്കുന്നതെന്നും സൈന്യം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് നിലവിലുള്ള അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷയും പൊതുജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട ഔദ്യോഗിക അധികാരികൾ പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലോ മറ്റോ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ വീഴരുതെന്നും വിവരങ്ങൾ ഔദ്യോഗികവും അംഗീകൃതവുമായ ഉറവിടങ്ങളിൽ നിന്നും മാത്രം നേരിട്ട് സ്വീകരിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്നും സൈനിക ജനറൽ സ്റ്റാഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റ് വ്യോമാതിർത്തിക്കുള്ളിൽ കടന്നുകയറിയ ശത്രുതാപരമായ ഡ്രോണുകളെ കുവൈറ്റ് സായുധസേന വിജയകരമായി പ്രതിരോധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണെന്നും ആക്രമണങ്ങളെ തടയുന്നതിനുള്ള നടപടികൾ തുടരുകയാണെന്നും കുവൈറ്റ് സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതും അംഗീകൃതവുമായ സുരക്ഷാ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് പ്രതിരോധ യൂണിറ്റുകൾ ഈ ശത്രു ലക്ഷ്യങ്ങളെ അന്തരീക്ഷത്തിൽ വച്ചു തന്നെ പ്രതിരോധിക്കുന്നതെന്നും സൈന്യം കൂട്ടിച്ചേർത്തു. കുവൈറ്റ് വ്യോമാതിർത്തി ലക്ഷ്യമാക്കിയെത്തിയ ആക്രമണ ശ്രമത്തെ പ്രതിരോധിച്ചിരിക്കുകയാണ് കുവൈറ്റ് സൈന്യം. കഴിഞ്ഞ ദിവസം പുലർച്ചെ കുവൈറ്റ് വ്യോമാതിർത്തി ലക്ഷ്യമാക്കി എത്തിയ ഒരു ക്രൂഡ് മിസൈൽ, 3 ബാലിസ്റ്റിക് മിസൈലുകൾ, 10 ഡ്രോണുകൾ എന്നിവ വിജയകരമായി പ്രതിരോധിച്ചതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയ വക്താവും ബ്രിഗേഡിയർ ജനറലും അറിയിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് എല്ലാ ആക്രമണങ്ങളും നിർവീര്യമാക്കിയത്. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പതിച്ചതിനെ തുടർന്ന് ചില ഭൗതിക നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഒരാൾക്ക് പരിക്കേറ്റതായും മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം കുവൈറ്റ് നേരിട്ടത് ആകെ 386 ബാലിസ്റ്റിക് മിസൈലുകളും 16 ക്രൂയിസ് മിസൈലുകളും 916 ഡ്രോണുകളുമാണെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി സായുധ സേന അതീവ ജാഗ്രതയോടെയും പൂർണ്ണ സന്നദ്ധതയോടെയും പ്രവർത്തിച്ചു വരികയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണങ്ങൾ തടയുകയാണെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ജനങ്ങൾ കേൾക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിരുന്നുവെന്ന് സൈന്യം അറിയിച്ചിരുന്നു. അതേസമയം രാജ്യത്തുടനീളം മുന്നറിയിപ്പ് സൈറണുകൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഇന്ധന സംഭരണശാലകൾ, ഖത്തറിലെ ഉപഗ്രഹ ആന്റിന കേന്ദ്രം എന്നിവിടങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് ഇറാൻ സൈന്യം പറഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ലക്ഷ്യങ്ങൾ ഒരിക്കലും സഫലമാകാൻ അനുവദിക്കില്ല, ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആശയങ്ങളെ അന്തിമ വിജയം വരെ സംരക്ഷിക്കുമെന്നായിരുന്നു ഇറാൻ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഇറാനിലെ 5 പ്രവിശ്യകളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. കഴിഞ്ഞ ദിവസം അതിശക്തമായ വ്യോമാക്രമണമാണ് ഇറാനിൽ അമേരിക്ക നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ബുഷഹർ, ചാബഹാർ, ബന്ദർ അബ്ബാസ്, സിറിക്ക്, ജാസ്ക്, അബു മൂസ ദ്വീപ് എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടിട്ടുണ്ട്. തെക്കുകിഴക്കൻ നഗരമായ കോണറാക്കിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഷഹറിലെ വിമാനത്താവള സമുച്ചയം ലക്ഷ്യമിട്ട ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിന്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും നിർണായക പങ്ക് വഹിക്കുന്ന പ്രദേശമായ സിറിക്കിൽ അമേരിക്ക കനത്ത ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാന തുറമുഖ നഗരമായ ചാബഹാറിൽ തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ചില സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ പ്രധാന ആണവ നിലയങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്ന നഗരമാണിത്. എന്നാൽ ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് പ്രാദേശിക ഭരണകൂടത്തെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.